ഫ്രണ്ട്സ് മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചൂട ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചൂട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചൂട ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി അടച്ച് വയ്ക്കാം. അപ്പോൾ മീനൊക്കെ നമ്മൾ വറുക്കുമ്പോൾ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ മീനിനകത്തൊക്കെ ഇതിൻ്റെ എരിയും ഉപ്പും ഒക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും കേട്ടോ. ഉടനെ ചെയ്തെടുക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് നേരം ഒന്ന് നിങ്ങൾക്ക് വറുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വശത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കണം, മുകളിലെടുത്ത് വെക്കരുത്. ഫ്രീസറിനകത്ത് വെക്കാതെ താഴത്തെ തട്ടി വെക്കുവാണെങ്കിൽ അവിടെ ഇരിക്കും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒത്തിരി സമയം ഒന്ന് വെച്ചതിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേയൊക്കെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. പരന്ന പാനാണെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് കൂടുതലായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലായതുകൊണ്ട് കുറച്ച് ഇട്ടും ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചൂടെല്ലാം ഇതുപോലെ ഒന്ന് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒത്തിരി അങ്ങനെ കരിഞ്ഞു പോകരുത്, ഒരുപാട് മുരിയണ്ട, എന്നാൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടുകയും വേണം. കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെ ബാലൻസ് വന്നതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. തികയാത്തതിന് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി, ചുമന്നുള്ളി ഞാനിതുപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചൂട ഫ്രൈ ആയിട്ടോ. അടിപൊളി രുചിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ രുചി എന്താണെന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്, ചുമന്നുള്ളി. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു സവാള ഇവിടെ ഞാനെടുത്ത് നീളത്തിന് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ സവാള ഇനി നമുക്ക് ചുമന്നുള്ളി ഒന്ന് വാടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാള മതിയാവും. ചുമന്നുള്ളി കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ വഴന്ന് കിട്ടട്ടെ. അപ്പോൾ നല്ല എരിയും നല്ല ടേസ്റ്റും മണമാകട്ടെ ഇതിന്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിൽ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, അതനുസരിച്ച് വേണം പിന്നെ ചേർക്കാൻ. ഇനി കുറച്ച് തേങ്ങ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഒരുപാട് നമ്മൾ ഈ പ്രഥമനൊക്കെ മൂപ്പിക്കുന്ന പോലെ മൂപ്പിക്കണ്ട. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ അടുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. 1.25 അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല പൊടിച്ചത്, അതുപോലെ തന്നെ നമുക്ക് ചതച്ച മുളകില്ലേ അത് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ചതച്ച മുളക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോകുന്നവരെ വഴറ്റി. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറവാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ്, മീനിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചൂട ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എൻ്റെ അമ്മ ഒരു വല്ലാത്ത മണമായിട്ടോ. ആ ചുമന്നുള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുടെ ഒക്കെ മൂത്ത് വരുമ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒന്നും പറഞ്ഞറിയിക്കാനില്ല. എൻ്റെ മക്കളെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറ് സകല മോരുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനേ വേണ്ട അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടിപൊളി രുചിയായിട്ടുള്ള നമ്മുടെ ചൂട ഫ്രൈ ഇവിടെ
റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല ചൂട ഫ്രൈ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ ആരും കാണരുതൊന്ന് ലൈക്ക് ചെയ്യുക. ബായ്.